Hello and welcome back to another video on daily use ചെറിയ sentences. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SAME എന്ന വാക്കുകൊണ്ടുള്ള സെന്റൻസസ് ആണ് കണ്ടത്, അതായത് സെയിം, ഒരേപോലെയുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് സെയിം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്കായ ഡിഫറെന്റ്, DIFFERENT, ഇതിനെ നമ്മൾ ഡിഫറെന്റ് എന്ന് പറയരുത്, ഡിഫറെന്റ്, അതായത് ഒരേപോലെ അല്ലാത്തത് എന്ന അർത്ഥം വരുന്ന ഡിഫറെന്റ് എന്ന വാക്കുകൊണ്ടുള്ള സെന്റൻസസ് ഒന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. എനിക്ക് അവളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. എനിക്ക് അവളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഐ ലൈക്ക് ഹെർ ഹെയർ സ്റ്റൈൽ, ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ്. ഐ ലൈക്ക് ഹെർ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ എനിക്ക് അവളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി. ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ്. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ്. അപ്പോൾ കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്, കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. എൻ്റെ സ്വകാര്യ ജീവിതവും ജോലിയും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. എൻ്റെ സ്വകാര്യ ജീവിതവും ജോലിയും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. My private life and my work are two different things. My private life and my work are two different things. Private life എന്ന് പറഞ്ഞാൽ സ്വകാര്യ ജീവിതം. ജോലി, my work അല്ല, my work are two different things. അതായത് അത് രണ്ടും ഡിഫറെന്റ് തിങ്സ് ആണ്, വ്യത്യസ്ത കാര്യങ്ങളാണ്. ഡിഫറെന്റ് തിങ്സ് അല്ലെങ്കിൽ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ശീലമുള്ളതിൽ നിന്നും പൂർണ്ണമായും വ്യത്യാസമുള്ള ഒന്നാണിത്. എനിക്ക് ശീലമുള്ളതിൽ നിന്നും, അതായത് എനിക്ക് പരിചയമുള്ളതിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ ശീലിച്ചിട്ടുള്ളതിൽ നിന്നും പൂർണ്ണമായും വ്യത്യാസമുള്ള ഒന്നാണിത്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ടു വാട്ട് ഐ എം യൂസ്ഡ് ടു. ദിസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇവിടെ നമ്മൾ ഡിഫറെന്റിന്റെ കൂടെ ടോട്ടലി ഡിഫറെന്റ്, അതായത് പൂർണ്ണമായും ഡിഫറെന്റ് ആണ്, വ്യത്യാസമാണ്. ടു വാട്ട് ഐ എം യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പരിചയമുള്ള. അപ്പോൾ ഞാൻ ശീലമാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണിത് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ടു വാട്ട് ഐ എം യൂസ്ഡ് ടു. അവർ ഇരട്ടകളാണെങ്കിലും അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവർ ഇരട്ടകളാണെങ്കിലും അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. Though they are twins, their personalities are quite different. Though they are twins എന്ന് പറഞ്ഞാൽ അവർ ഇരട്ടകളാണെങ്കിലും, ആണെങ്കിലും എന്ന മീനിങ് ആണ് though they are twins എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ. Though they are twins, their personality എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. ഓക്കെ, സോ അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ വെരി ഡിഫറെന്റ് എന്നതിന്റെ വേറൊരു രീതിയാണ് ക്വൈറ്റ് ഡിഫറെന്റ്. ഓക്കെ, ക്വൈറ്റ് ഡിഫറെന്റ്. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ അതല്ല. ക്വൈറ്റ് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ വളരെ വ്യത്യാസമുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ക്വൈറ്റ് ഡിഫറെന്റ് എന്നതുകൊണ്ട്. ഈ സ്ഥലം ഇപ്പോൾ വളരെ വ്യത്യസ്തമായി കാണുന്നു. ഈ സ്ഥലം ഇപ്പോൾ വളരെ വ്യത്യസ്തമായി കാണുന്നു. ദിസ് പ്ലേസ് ലുക്സ് വെരി ഡിഫറെന്റ് നൗ. ദിസ് പ്ലേസ്, ഈ സ്ഥലം, ലുക്സ് വെരി ഡിഫറെന്റ്, അതായത് നമ്മൾ അത് കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. നൗ, ഇപ്പോൾ. ദിസ് പ്ലേസ് ലുക്സ് വെരി ഡിഫറെന്റ്. മുംബൈയിലേക്ക് നീങ്ങുന്നത് മൂലം അവൾക്ക് ജീവിതത്തിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് കിട്ടും. മുംബൈയിലേക്ക് നീങ്ങുന്നത് മൂലം അവൾക്ക് ജീവിതത്തിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് കിട്ടും. മൂവിംഗ് ടു മുംബൈ വിൽ ഗിവ് ഹെർ എ ഡിഫറെന്റ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. മൂവിംഗ് ടു മുംബൈ വിൽ ഗിവ് ഹെർ എ ഡിഫറെന്റ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. മൂവിംഗ് ടു മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈയിലേക്ക് നീങ്ങുന്നത്, നീങ്ങുന്നത് കൊണ്ട് വിൽ ഗിവ് ഹെർ എ ഡിഫറെന്റ് ഔട്ട്ലുക്ക്. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വീക്ഷണം. അപ്പോൾ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്, ജീവിതത്തിന്റെ മേലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്ലുക്ക് അവൾക്ക് കിട്ടും.
എന്നാണ് നമ്മളിവിടെ പറയുന്നത്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവൾ മുഴുവനായും വേറൊരാളായി തീരും. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവൾ മുഴുവനായും വേറൊരാളായി തീരും. She becomes a totally different person once she puts on her makeup. She becomes a totally different person once she puts on her makeup. She becomes a totally different person. മുഴുവനായും വേറൊരാളായി തീരും. She becomes a different person once she puts on her makeup. Once she puts on her makeup എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം once എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എന്ന അർത്ഥവും ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല, അതിനുശേഷം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. മേക്കപ്പ് ഇട്ടതിന് ശേഷം അവൾ മുഴുവനായും ഒരു ഡിഫറെന്റ് പേഴ്സൺ. ഇവിടെ നമ്മൾ പെർസൺ എന്ന് പറയരുത്, പേഴ്സൺ വ്യത്യസ്തമായ ഒരാളായി തീരും എന്നാണ് പറയുന്നത്. പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ നിറങ്ങൾ വ്യത്യസ്തമായിട്ടാണ് കാണുക. പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ നിറങ്ങൾ വ്യത്യസ്തമായിട്ടാണ് കാണുക. These colors will look different in daylight. These colors will look different. ഈ കളറുകൾ, ഈ നിറങ്ങൾ will look different. വ്യത്യസ്തമായി കാണും. When viewed in daylight. Daylight എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചം. When viewed in daylight. അപ്പോൾ പകൽ വെളിച്ചത്ത് വ്യൂ ചെയ്യുക പറഞ്ഞാൽ നോക്കുക, കാണുക. അപ്പോൾ നമ്മൾ പകൽ വെളിച്ചത്തിൽ ഇതിനെ കാണുമ്പോൾ ഇതിന്റെ നിറങ്ങൾ വേറെ ആയിരിക്കും. അവർ തികച്ചും വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും വരുന്നവരാണ്. They come from totally different cultures. Culture എന്ന് പറഞ്ഞാൽ സംസ്കാരം. Totally different. തികച്ചും വ്യത്യസ്തമായ കൾച്ചറിൽ നിന്ന് വരുന്നവരാണ് അവർ. They come from totally different cultures. പണ്ട് ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരുന്നു. This place was very different back then. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു യൂസേജ് എന്ന് വെച്ചാൽ it was very different back then. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ കാലത്തെ കുറിച്ചാണ്. അപ്പോൾ ബാക്ക് ദെൻ പണ്ട്, ഇവിടെ place was very different. പണ്ട് ഈ സ്ഥലം വളരെ ഡിഫറെന്റ് ആയിരുന്നു. ബാക്ക് ദെൻ പഴയ കാലത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ബാക്ക് ദെൻ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വെറുതെ പണ്ടത്തെ കാലം എന്നതിനെ ബാക്ക് ദെൻ എന്ന് പറയരുത്. നമ്മൾ ഒരു ആളുമായിട്ട് പഴയ കാലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 10 വർഷം മുന്നത്തെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ആ 20 കൊല്ലം മുൻപ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ബാക്ക് ദെൻ എന്ന് പറയാം. ബാക്ക് ദെൻ ദ പ്ലേസ് വാസ് വെരി ഡിഫറെന്റ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.